ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ഉയർപ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലെ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പരസ്പരം സ്തുതിയോല് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥസഹായം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോൾ നമ്മൾ ഏപ്രിൽ 28 2024 5-ാമത്തെ ഉയർപ്പ് ഞായറാഴ്ചയിലെ ഉയർപ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വചനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 26 മുതൽ 31 വരെയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ വചനം പറയുന്നത് വെച്ചാൽ, ഈ വചനം ഈ പൗലോസ് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജെറൂസലേമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് 9-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം അപ്പോസ്തലൻ പൗലോസ്ലീഹ ആരായിരുന്നു. നേരത്തെ സാവൂളായിരുന്നു. സാവൂൾ ഇപ്പം ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ച്, അനനിയാസിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവസാനം ഇപ്പോൾ പൗലോസായി മാറിയിരിക്കുകയാണ്, പോൾ. അങ്ങനെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ജെറൂസലേമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജെറൂസലേമിൽ വന്നിരിക്കുന്നത് ബർണബാസ് വഴിയാണ്. ബർണബാസ് എന്ന് പറഞ്ഞ അപ്പോസ്തലൻ വഴിയാണ്. ആ ബർണബാസ് അപ്പോസ്തലനാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കാനായിട്ട്. ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നയിക്കലാണ് ഇവിടെ കാണുന്നത്. ബർണബാസിനെ പറ്റി അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിൽ നിറഞ്ഞവനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്നു. ഇതാണ് ബർണബാസിനെ പറ്റി പറയുന്നത്. ബർണബാസിന് ശരിക്കും അപ്പോസ്തലന്മാർ ഒരു പ്രതിനിധിയൊക്കെ ആയിട്ട്, ഒരു ഡെലിഗേറ്റൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നവനായിട്ടൊക്കെ അയക്കുന്ന ഒരു പ്രത്യേക അഭിഷേകമുള്ള മകനായിരുന്നു ബർണബാസ്. അപ്പോൾ ഇവർ പൗലോസ് അപ്പോസ്തലൻ കണ്ടപ്പോൾ ജെറൂസലേം മറ്റുള്ള അപ്പോസ്തലന്മാരൊക്കെ, മറ്റുള്ള ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ പേടിച്ചു പോയി ഈ പൗലോസ് അങ്ങോട്ട് ചെന്നപ്പോൾ. കാരണം വെച്ചാൽ പൗലോസ് അങ്ങനത്തെ ഒരു പിക്ചറാണ് കൊടുത്തിരുന്നത്, നമുക്കറിയാമല്ലോ. പൗലോസ് ആരായിരുന്നു? പൗലോസ് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ്, അതാണ് ഈ 9-ാമത്തെ അധ്യായം ശരിക്കും നമ്മൾ പഠിക്കണം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം, അതിൽ പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരം ശരിക്കും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിലാണ് 5-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, മിന്നലൊളി പോലെ ഇങ്ങനൊരു പ്രവാസം വന്നുകൊണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, ഗുരു അങ്ങാരാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ആ വീഴ്ചയിൽ തന്നെ ഭയങ്കരമായിട്ട് എളിമപ്പെട്ടു, വളരെയധികം പശ്ചാത്തപിച്ചു. പശ്ചാത്താപത്തിൻ്റെയും എളിമയുടെയും ഒരു സ്വരമായിരുന്നു പൗലോസ് അപ്പോസ്തലനിൽ നിന്നുണ്ടായിരുന്നത്. ഗുരു അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നത്. ഗുരു അങ്ങ് ആരാണ്? നേരത്തെ ക്രിസ്തുവിന് വിശ്വസിച്ചാൽ കൊന്നുകളയാനായിട്ട് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നവനായിരുന്നു. ഈ എസ്തപ്പാനോസ് തിരുസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റെ മരണത്തിനൊക്കെ വളരെയധികം മുൻകൈയെടുത്ത് കൂട്ടുനിന്നവനാണ്. അവൻ്റെ കാലത്തിലാണ് ഈ കൊല ചെയ്യാനായിട്ട് വന്നവരൊക്കെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞിട്ടതൊക്കെ എന്നവരാണ്. അവൻ്റെ കാൽക്കൽ വെച്ചിട്ട് അവർ പോയി എസ്തപ്പാനോസിനെ തകർക്കാൻ നോക്കുന്നത്. കാരണം യേശുവിൻ്റെ നാമത്തിലുള്ള ഈ പരിപാടി ഒന്നും നടപ്പിലാക്കരുതെന്നുള്ള ഒരു തീരുമാനക്കാരനായിരുന്നു. യഹൂദർ മിക്കവരും തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പലർക്കും സംശയമൊക്കെ ഉണ്ടായിരുന്നു.
പലർക്കും സംശയമുണ്ടായിരുന്നു. അവരുടെ സംശയങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നീക്കിക്കൊടുത്തു. അവർ വിശ്വസിക്കാനും ഹൃദയം തുറക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ. കാരണം ഈ യഹൂദ നേതാക്കന്മാർ പറയണത്, അല്ലെങ്കിൽ യഹൂദ മതപണ്ഡിതന്മാരൊക്കെ പറയുന്നതൊന്നുമല്ല കാര്യം. ഇത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ എന്ന ഈശോയുടെ നാമം, ആ നാമം. അപ്പോൾ ഇവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ 26-ാമത്തെ വാക്യം തൊട്ട്, അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ 26-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദമാസ്കസിലാണ് ആദ്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ തുടങ്ങുന്നത്. അപ്പോൾ അനനിയാസ് വഴി ഇങ്ങനെ ഇത് വന്നു, മാനസാന്തരം കിട്ടി, തനിക്ക് കൈയൊപ്പി ശുശ്രൂഷ കിട്ടി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. രണ്ട് സംഭവമാണ്. അനനിയാസ് ഇങ്ങനെ തലയിൽ കൈവച്ച്, പൗലോസ് അപ്പോസ്തലൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കണ്ണിന് തുറവ് കിട്ടി. അദ്ദേഹം അന്ധനായിരുന്നു പറഞ്ഞു 3 ദിവസത്തേക്ക്. ആ 3 ദിവസം ഒന്നും ഭക്ഷിക്കാതെ ഇങ്ങനെ 3 ദിവസം തപസ്സിലും പ്രായശ്ചിത്തത്തിലും അല്ലെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു പറയണത്. അപ്പം അങ്ങനെ 3 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ശരിക്കും അനുതാപമൊക്കെ ഉണ്ടായി, ഭയങ്കര കാഴ്ചയൊക്കെ കിട്ടി. അനനിയാസ് വന്ന് കൈയൊക്കെ വന്ന് മിക്കവാറും 3-ാമത്തെ ദിവസം ഒരുക്കുള്ളൂ. അപ്പോൾ ദൈവമാണ് ഇതൊക്കെ ഒരുക്കണത്. ദൈവം ചെന്നു അനനിയാസും പോകാനായിട്ട് മടിച്ചു. അപ്പോൾ അനനിയാസ് തന്നെ ദൈവത്തോട് പറയുമായിരുന്നു, നോ, അങ്ങ് ആരെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഈശോയാണ് ഉറപ്പ് കൊടുക്കുന്നത്. അതായത് അവൻ എനിക്ക് എൻ്റെ നാമത്തിൽ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയണേ. അപ്പോൾ ഈശോയുടെ നാമം അവൻ സ്വീകരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഈശോയുടെ നാമം സ്വീകരിക്കണം. ആ നാമത്തെ പ്രതി ജീവിക്കണം. തന്നെ ആ നാമത്തിനെ പ്രചാരത്തിലാക്കാനായിട്ട്, സഭ പടുത്തുയർത്താനായിട്ട്. നേരത്തെ സഭയെ നശിപ്പിച്ചിരുന്ന ഇവനിതാ സഭ ഉയർത്താനായിട്ട് ഓടി നടക്കുന്ന ഒരു വീരപരാക്രമശാലിയായിട്ടാണ് നമുക്ക് കാണുന്നത്. വീരപരാക്രമശാലിയായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. ഈശോൻ്റെ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. യേശുവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞു. ആ ആത്മാവാണ് നമ്മളിലേക്ക് ഒഴുകുന്നത്. നമ്മിലും ആ ആത്മാവിനെ കിട്ടണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പം ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണെന്ന് പറഞ്ഞത്. ഞാൻ സത്യമായിട്ട് മുന്തിരിച്ചെടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ ബന്ധപ്പെട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഞാനാണ് വാതിൽ. ഐ ആം ദ ഗേറ്റ്. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രയോഗ ശൈലിയാണത്. അത് നമുക്ക് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാമിലൊക്കെ പരിശോധിച്ചറിയാൻ പറ്റും. അത് മോസസുമായിട്ടുള്ള സംഭാഷണത്തിൽ കാര്യം ശരിയാണ്. ഞാൻ പോകാനൊക്കെ തയ്യാറാണെന്ന് മോസസ് പറയും. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങയുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു, ഞാനെന്ത് പറയുമെന്നൊക്കെ ചോദിക്കുന്നൊരു സംഭവമുണ്ട് അവിടെ. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 ഇങ്ങനെ പറയും, ഞാനാകുന്നു എന്നവരോട് പറയുക. എന്നിട്ട് പിന്നെ ദൈവം അത് പിന്നെ ഒന്നും കൂടി വെളിപ്പെടുത്തി കൊടുക്കുക. അതായത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. പിന്നെ പറയും, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ദൈവനാമം, ആ നാമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാകുന്നു. അപ്പം ഞാനിവിടെ വാതിലാകുന്നു. ഞാനിവിടെ എന്തെന്നാ പിന്നെ പറയണേ, ഞാൻ വാതിലാകുന്നു. ഇപ്പം ഇവിടെ പറയുന്നത് ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകളാണ്. അപ്പം ഈ ഒരു ചെടിയും ശാഖയും തമ്മിൽ നമ്മളിവിടെ ശരിക്കും കാണണം. ശരിക്കും പ്രാർത്ഥനയുടെ രൂപയിൽ, പരിശുദ്ധാത്മ നിറവിൽ നമ്മളിവിടെ കാണണം. അപ്പം അങ്ങനെയുള്ള ആ കാഴ്ചയിൽ അത് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായം 1 മുതൽ 8 വരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഈ മുന്തിരിച്ചെടിനെ വളർത്തുന്നത് പിതാവാണെന്ന് പറഞ്ഞത് ഭയങ്കര ഓവർ. മുന്തിരിച്ചെടിനെ വളർത്തുന്നത് പിതാവായ ദൈവമാണ്.
അപ്പോൾ പിതാവ് ഫലം തരാത്ത ശാഖനെയൊക്കെ വെട്ടിക്കളയും എന്നുള്ള, അപ്പോൾ പിതാവ് വെട്ടിക്കളയും എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. പിതാവ് വെട്ടിക്കളയും. ഇതൊക്കെ ഒരു ദൈവിക രഹസ്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ശരിക്കും ഒരു ചെടിയെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെടിയുടെ ശാഖകളിൽ ഫലങ്ങളുണ്ടാകുന്നത് ആ ചെടി എത്രമാത്രം ആ ശാഖ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആ തായ്തടിയോട് ചേർന്ന് നിൽക്കാത്ത കൊമ്പൊക്കെ ഉണങ്ങിപ്പോകും എന്നൊക്കെ അറിയാം. പിന്നെ നല്ല കൃഷിക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ ശരിക്കും കൃഷി ഇങ്ങനെ ഫലങ്ങൾ വരാത്ത കമ്പൊക്കെ ചിലപ്പോൾ വെട്ടിക്കളയും. കേടുപാടുകൾ സംഭവിച്ചത്, ഫലം തരാത്ത അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ വേറെ ശാഖ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യും, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശാഖയോട് ഒട്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു വലിയ, അതെങ്ങനെയാണ് ഒട്ടി നിൽക്കുന്നത് അറിയണത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 18 മുതൽ 24 പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ വെറുതെ വാക്കുകൊണ്ടും വചനം കൊണ്ടും വാക്കുകൊണ്ടും പോരാ, നമ്മളത് സത്യത്തിലും പ്രവൃത്തിയിലും നമുക്കത് തെളിയിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. സത്യത്തിലും പ്രവൃത്തിയിലും അത് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം തന്നെ. അത് പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഒരു യേശു ശിഷ്യനായി എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ എങ്ങനെയാണ്, അത് പ്രവൃത്തിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സംസാരങ്ങളും ആ രീതികളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതായത് എല്ലാവരോടും ആ വചനം പ്രഘോഷിക്കുന്ന ശൈലിയെ കാണുമ്പോൾ അറിയാൻ പറ്റും. അത് ശരിക്കും ആ തായ്തടിയോട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈശോയെ വിശ്വസിച്ച് ഈശോയുടെ ആ വചനങ്ങളൊക്കെ ധ്യാനിച്ചും അതിൽ വിശ്വസിച്ചും അത് പ്രഘോഷിച്ചൊക്കെ നടക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:10 അല്ലെങ്കിൽ 9:10 ഇങ്ങനെ 10:9 10:10 പഠിപ്പിക്കുന്നുണ്ട്. അതായത് വചനം വിശ്വസിക്കുക, ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക, അതൊക്കെ പ്രവൃത്തിയാണ് കാണുന്നത്. അപ്പോൾ വിശ്വസിക്കുക മാത്രമല്ല, സത്യമായിട്ട് സത്യത്തിൽ അത് സാക്ഷ്യപ്പെടുത്തണം. എന്ന് വെച്ചാൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല, കള്ളത്തരങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഉദാഹരണത്തിന് ആദവും ഹവ്വായുടെയും കാര്യത്തിൽ പിശാച് ഇടപെടുമ്പോൾ അവിടെ പിശാച് കള്ളമാണ് അവിടെ പറയുന്നത്, അപ്പോൾ സത്യമല്ല അവിടെ. കാരണം സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫലം ഭക്ഷിച്ചാൽ അത് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷെ അതിനെ ഇവൻ പിശാചെന്ന് പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ മരിക്കില്ല. അപ്പോൾ തന്നെ ആ സത്യത്തെ അവൻ വളച്ചൊടിച്ചു. പിന്നെ പറഞ്ഞത് നിങ്ങളുടെ കണ്ണ് തുറക്കും, അതൊന്നും ദൈവം പഠിപ്പിച്ചിട്ടില്ല. ഇവൻ്റെ ഒരു തരം വ്യാഖ്യാനങ്ങളാണത്. അപ്പോൾ അങ്ങനെ വചനങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ദുഷ്ടാരൂപിയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്വരം കേൾക്കണ്ട, ദൈവത്തിൻ്റെ വചനം കേൾക്കണ്ട, ദൈവിക ശൈലിയിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശ്വസിക്കാതെ ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു ദുഷ്ടാരൂപി ഈ ലോകത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ വചനം വിശ്വസിക്കണം. വചനം അത് വിശ്വസിച്ച് ധ്യാനിച്ച് അതും മറ്റുള്ളവരോടും സത്യത്തിൽ പറയാൻ നോക്കണം. അങ്ങനെ പറയാൻ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മളിൽ ആ പിശാചിൻ്റെ രൂപയൊക്കെ വിട്ടുപോകുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ വിശ്വസിക്കും, പക്ഷെ പറയില്ല, ഭയപ്പാട് അതുകൊണ്ട് പറയാതിരിക്കും. അപ്പോൾ പറയാതിരിക്കുമ്പോഴാണ് ഇവിടെ ദൈവത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തിക്കാതെ വരുന്നത്. പറയുമ്പോഴെന്താ, ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവിടെ ആത്മാവും ജീവനും ദൈവിക ജീവനും അവിടെ പ്രസരിക്കും. അതാണ് ഇവർ കാണിക്കുന്നത്. ശരിക്കും ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈശോയെ വിശ്വസിക്കുന്നു, ഈശോ പറഞ്ഞ സത്യമാണെന്ന് അംഗീകരിക്കുന്നു, അത് പ്രഘോഷിക്കാൻ മടിയില്ലാത്തവനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അതിനാണിപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വരുന്നത്. എന്തെല്ലാം ഞെരുക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം തന്നെ ഉണ്ടായെന്നറിയാമോ? അദ്ദേഹം യഹൂദന്മാരോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ, നമ്മളത് സൂക്ഷ്മമായിട്ട് ആ 9-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. യഹൂദന്മാരോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർ വിശ്വസിക്കുന്നില്ല, അവർ കൊല്ലാൻ നോക്കുന്നു, ഇവനിഞ്ഞ ആൾ വിശകാണില്ല എന്ന് പറഞ്ഞ്. നേരത്തെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നോക്കിയവർ ഇപ്പോൾ എതിർപക്ഷക്കാർ ഇവനെ എതിർക്കാൻ തുടങ്ങി. ആ രീതിയിലൊക്കെ ആയി. അപ്പോൾ
പിന്നെ ഇവരോടൊക്കെ തർക്കിക്കാനൊക്കെ തുടങ്ങി. ഈ ഗ്രീക്കുകാരും കൊല്ലാൻ നോക്കിയെന്നാണ്. പക്ഷെ ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവ് അവരെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും, ഇതിനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് തോന്നിക്കുമല്ലോ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടല്ല ഇങ്ങനെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:14 ഇങ്ങനെ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ തൊടാനായിട്ട് ആർക്കും പറ്റത്തില്ല. കാരണം അവന് ആ ദൈവാരൂപിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവ് ഇങ്ങനെ നയിച്ച് കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ആപത്തിലും അപകടത്തിലും ചെന്ന് പെടില്ല. അപ്പോൾ ഈ ആത്മാവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആത്മാവ് എന്നെ സഹായിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:26 ഒരു വചനം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുക. അതിങ്ങനെ പറയുന്നത്, അതായത് സഹായകനാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ നാമത്തിൽ എനിക്ക് ആത്മാവിനെ തരണേ. ഞാൻ എല്ലാ ദിവസവും തന്നെ ഇത് പ്രാർത്ഥിക്കും, ഈശോയെ നിൻ്റെ നാമത്തിൽ എനിക്ക് ആത്മാവിനെ തരണേ, നിൻ്റെ ആത്മാവിനെ. കാരണം ഈശോയിൽ നിറഞ്ഞിരുന്നൊരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് ഈശോയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത്. ആ ആത്മാവ് തന്നെയാണ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്, ഓരോ വിശ്വാസിയിലും പ്രവർത്തിക്കുന്നത്. ആ ആത്മാവിനെ സൂക്ഷിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്, അശുദ്ധാത്മാവല്ല. അത് രണ്ടും തമ്മിൽ നോക്കണം. അപ്പോൾ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ ഈ സത്യത്തിന് സാക്ഷ്യമാണ്. സത്യമായിരിക്കണം നമ്മൾ പറയുന്നത്, നുണ പറയരുത്. നുണ പറയുന്ന രൂപി വരുന്നുണ്ടെങ്കിൽ അത് പിശാചിന് നമ്മൾ അടിമയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ പിശാചിൻ്റെ അരൂപിയെ എപ്പോഴും അകറ്റി നിർത്താൻ ജാഗ്രത കാണിക്കണം നമ്മൾ. അങ്ങനെ ദൈവാരൂപം കൊണ്ട് നിറയണം. അപ്പോൾ അതിന് വചനത്തിനോടുള്ള സ്നേഹവും ഭക്തിയും ഇതൊക്കെ നമുക്ക് കൂടുതൽ വേണം. അതോടൊപ്പം തന്നെ കുർബാനയോടും അതിൻ്റേതായ വേണം. കാരണം കുർബാനയിലാണ് നമുക്ക് പാപമോചനം ലഭിക്കുക. പാപമോചനം ശരിക്കും കിട്ടുന്നത് കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ്, കുമ്പസാരത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. കുമ്പസാരത്തിലും പങ്കെടുക്കുക, കുർബാനയിലും കിട്ടുന്നുണ്ട്. അതാണ് പാപമോചനത്തിൻ്റെ ബലിയാണ് ഈശോ നമ്മൾ ഓരോ ബലിയിലും അർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ശുദ്ധീകരണം നടത്തുന്നത്. പാപമോചനം കിട്ടിയാലേ പരിശുദ്ധാത്മാവ് വളരുള്ളൂ. അപ്പോൾ പാപമോചനം കിട്ടണം. അപ്പോൾ അതുകൊണ്ട് എന്തും കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കുർബാനയിൽ പങ്കെടുക്കാമെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ശരിക്കും ഒരു നല്ല സത്യസന്ധമായിട്ട് പങ്കെടുത്താൽ, എനിക്ക് ഈ ദിവ്യബലി വഴി എനിക്ക് പാപമോചനം കിട്ടണം, ദിവ്യബലി വഴി ഞാൻ ശുദ്ധീകരിക്കപ്പെടണം, ദിവ്യബലി വഴി ഞാൻ ശുദ്ധീകരിക്കപ്പെട്ട് ഈശോയുടെ ആത്മാവിനാണെന്ന് അറിയണം. യേശുവിന് ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈശോയുടെ ആത്മാവാണ് നമ്മളെ അശുദ്ധിയിൽ നിന്നും, ഈ ലോകത്തിൻ്റെതായ, ഈ ലോകം നമ്മളെ വെച്ചിട്ടുള്ളതാണ്. ഒത്തിരി കള്ളത്തരങ്ങളിലൂടെയാണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന മക്കളാണ് സത്യത്തിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നത്. അത് കണ്ടിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ക്രിസ്തീയ സമൂഹം വളരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ അവിടെ ഇപ്പോൾ ഇവരാണ് ഭരിക്കണമെന്ന് അറിയാമല്ലോ, എന്നാണ് ഈ താലിബാൻകാരാണ് ഭരിക്കണമെന്നറിയാം. അപ്പോൾ താലിബാൻകാർ ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ ശരിക്കും എൻ്റെ സത്യദൈവം എവിടെയാണെന്ന് അന്വേഷിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സമൂഹം വളരുന്നുണ്ടെന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് ചിലരൊക്കെ പേടിച്ചിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ അവർക്ക് ഒരു ആത്മാവിൻ്റെ ആ ശക്തി കിട്ടുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടുന്നുണ്ട്, അവരുടെ ആ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവരവരുടേതായ സാക്ഷ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്കും ആ വിശ്വാസം പ്രചരിച്ച് അവിടെ വളരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ എന്താണ് അൽ-ഖയ്ദ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ എന്താണ് ഇറാഖിലൊക്കെ നശിപ്പിച്ചു കളഞ്ഞ ക്രിസ്ത്യാനികളൊക്കെ, പള്ളിയും എല്ലാം നശിപ്പിച്ച്. പക്ഷേ അവിടെ ഇപ്പോൾ എന്തോരം പ്രവർത്തനങ്ങളാണ്, ക്രിസ്തീയ വിശ്വാസങ്ങൾ പിന്നെ നടക്കുന്നത്. കാരണം വെച്ചാൽ യേശുവിനെ നമുക്കറിയാം. ഇപ്പോൾ യേശുവിന് എന്താ സമയം, യേശുവിനെ കുരിശുമേ തറച്ച് കൊന്നു, കുഴിച്ചു മൂടി, സീലി വെച്ച് ബന്ധിച്ചും അങ്ങനെ എന്താണ് കല്ലെടുത്തൊക്കെ വെച്ച്, പക്ഷെ അതൊക്കെ തുറന്നു കണ്ടു പോകുന്നു. ഇതാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിലാണ് നമ്മൾ വരേണ്ടത്. അത് യേശുവിൽ വിശ്വസിക്കുക. യേശു നമ്മളെ ഏത് കെട്ടുപാടിൽ നിന്നും പൊട്ടിച്ച് പുറത്താക്കും നമ്മളെ. ആ ഒരു വിശ്വാസം നോക്കുകയാണ്. ലോകം എന്തൊക്കെ ചെയ്ത് നമ്മളെ അടക്കി വെച്ചാലും ശരി, അവിടെ നിന്ന് നമ്മൾ പുറത്തു വരുന്ന ഒരു വലിയൊരു ശക്തി, ദൈവിക ശക്തിയുണ്ട് നമുക്ക്. ആ ശക്തിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെയാണ് രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈശോ കല്ലറയിൽ നിന്ന് പുറത്തോട്ട് വന്നതെന്ന് വെച്ചാൽ അവിടെ കാവൽക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊക്കെ അതിലംഘിക്കുന്ന ഒരു ശക്തിയാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത്.
ഈ അശുദ്ധാത്മാവിന് അതിനൊന്നും പറ്റത്തില്ല. അശുദ്ധാത്മാവിന് നമ്മളിപ്പോൾ യേശുനാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടിപ്പോവും. അതുകൊണ്ട് യേശുവിൻ്റെ നാമം നമ്മളുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ നിരന്തരം നമ്മളെ ഇങ്ങനെ താലോലിക്കണം. താലോലിച്ച് ചെയ്യുമ്പോൾ യേശുവിൻ്റെ ആ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ നിരന്തരം ആശ്രയിക്കേണ്ട ഒരു പാറയാണ് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിലാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കിടന്ന് പ്രവർത്തിക്കുന്നത്. പുതിയൊരു വ്യക്തിയായിട്ട് പുള്ളിക്ക് എല്ലാ രഹസ്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, തൻ്റെ ആ എളിമ കണ്ടപ്പോൾ, തൻ്റെ ആ മാനസാന്തരം കണ്ടപ്പോൾ. അതുകൊണ്ടല്ലേ ഗുരു അങ്ങ് ആരാണെന്നൊക്കെ ആ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിലൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല ബർന്നബാസോടെ ഡിസൈപ്പിളിൻ്റെ കൂട്ടത്തിലോട്ട് പൗലോസ് ചേരാൻ ചെന്നപ്പോൾ അവർ പേടിച്ചപ്പോൾ അവരുടെ മധ്യം എന്ന് പറയുന്നതാണ്, ഇവൻ യേശുനാമത്തിൽ ദമാസ്കസിലൊക്കെ പ്രസംഗിച്ചു തുടങ്ങി. ഇവനിപ്പോൾ എന്താണ് ഇവൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു. അങ്ങനെ ബർന്നബാസ് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു ശാന്തമായത്. പിന്നെ പൗലോസ് അപ്പോസ്തലന് ചാൻസൊക്കെ കൊടുക്കാൻ തുടങ്ങി, പ്രസംഗിക്കാനും മറ്റൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ആ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ശക്തി, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ ശക്തി, യേശുനാമത്തിൻ്റെ ശക്തി, ആ നാമത്തിനെ പ്രചരിപ്പിക്കണം. ആ നാമമാണ് രക്ഷയുടെ നാമം. ആ നാമമാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന നാമം. അതിനുള്ള കൃപകളും വരങ്ങളും ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.